അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ പ്രെഡാറ്റർ ഡയറക്ടർ ജോൺ മെക്ടീർണൻ സംവിധാനം ചെയ്ത് 1987 പുറത്തിറക്കിയ അടിപൊളി ആക്ഷൻ സയൻസ് ഫിക്ഷൻ മൂവിയാണ് പ്രെഡാറ്റർ. സിനിമയുടെ തുടക്കം മറ്റേത് ഗ്രഹത്തിൽ നിന്നും ഒരു പേടകം ഭൂമിയിലേക്ക് അടുക്കുന്ന കാഴ്ചയാണ്. അതിനുശേഷം സ്പെഷ്യൽ ഫോഴ്സ് ആർമികളായ നമ്മുടെ അർണോൾഡും ടീമും ഹെലികോപ്റ്ററിൽ ഒരു കടൽ തീരത്ത് വന്നിറങ്ങുന്നു. ശേഷം അവരെ വിളിച്ച ഓഫീസറായ കേണലിനെ വന്ന് കാണുകയും ഇദ്ദേഹം പറഞ്ഞിട്ട് ഒരു സീക്രറ്റ് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാം ഇവിടെ എത്തിയത്. നിങ്ങൾ ഇവിടെയാണ് കറക്റ്റ് ലാൻഡ് ചെയ്യേണ്ടതെന്നും അവർ തീവ്രവാദികൾ അവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ് കേണൽ മാപ്പിൽ റൂട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നു. റെഗുലർ ആർമിക്കാരെ വിളിക്കാതെ നമ്മളെ തന്നെ തിരഞ്ഞെടുത്തത് എന്തിനെന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ അവിടെ പോയാലേ കാര്യം പിടികിട്ടൂ എന്ന് കേണൽ പറയുന്നു. അവിടെ വെച്ച് തന്റെ പണ്ടത്തെ ഒരു ആർമി ഫ്രണ്ടിനെ അർണോൾഡ് കാണുന്നു. ഈ പദ്ധതി നടപ്പിലാക്കാൻ ഇവനും ഇവരുടെ കൂടെയുണ്ട്. ഇവന്റെ ഓഫീസറാണ് ഈ കേണൽ. അങ്ങനെ അവർ വീണ്ടും പരിചയപ്പെടുകയാണ്. തുടർന്ന് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ച് 2 ഹെലികോപ്റ്ററുകളിലായി യാത്ര തുടരുന്നു. അർണോൾഡും ഒപ്പം 6 സ്പെഷ്യൽ ഫോഴ്സ് ആർമികളുമാണ് ഈ ദൗത്യം നടപ്പാക്കാൻ വേണ്ടി ഡേഞ്ചറായ കാട്ടിലിറങ്ങുന്നത്. അങ്ങനെ അവർ ഇറങ്ങേണ്ട ലൊക്കേഷനിൽ എത്തുകയും അവരെല്ലാം റോപ്പ് വഴി താഴെ ഇറങ്ങുകയും ചെയ്യുന്നു. തുടർന്ന് ഹെലികോപ്റ്റർ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു ഹെലികോപ്റ്റർ ക്രാഷായി മരത്തിന് മുകളിൽ കുരുങ്ങിക്കിടക്കുന്നത് കാണുന്നു. തുടർന്ന് 2 ആർമിക്കാർ ഹെലികോപ്റ്ററിന്റെ മുകളിൽ വലിഞ്ഞു കയറുകയും അതിനകത്ത് നോക്കുമ്പോൾ പൈലറ്റ് മരിച്ചു കിടക്കുന്നതും കാണുന്നു. ബോഡി കണ്ടിട്ട് കുറച്ചു മാസത്തെ പഴക്കമേ കാണുവോളെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ഈ കാര്യം അവൻ അർണോൾഡിനടുത്ത് വന്ന് പറയുകയാണ്. അവിടെ വേണ്ടത്ര ഒന്നുമില്ല, പൈലറ്റ് മാത്രമേ അതിനകത്ത് മരിച്ചു കിടക്കുന്നുവെന്ന് പറയുന്നു. ശേഷം ഇനി നോർത്ത് സൈഡിലോട്ട് പോയി ചെക്ക് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ബില്ലി എന്ന ആർമിക്കാരൻ മരത്തിന്റെ തണ്ട് മുറിച്ച് ചാറ് കുടിക്കുകയാണ്. ആ നേരം സൈഡിൽ കൂടെയുള്ള ചെടികൾക്കിടയിലൂടെ എന്തോ കണ്ട് പന്തികേട് തോന്നി അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ കുറെ മനുഷ്യരെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. കഴുകന്മാരൊക്കെ അതിനെ കൊത്തി തിന്നുന്നു. ഇത് കണ്ട് പേടിച്ചവൻ തിരിഞ്ഞു മാറി പോകുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഇത് കണ്ട് എന്റെ ദൈവമേ, ഇവർക്കൊക്കെ ഇതെന്താണ് പറ്റിയതെന്ന് ആലോചിച്ച് നിൽക്കുന്നു. മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ താഴെ നിന്നും അവർക്കൊരു മാല കിട്ടുകയും അതിൽ നോക്കുമ്പോൾ ജിം ഹോപ്പർ എന്ന പേരെഴുതിയിരിക്കുന്നതും കാണുന്നു. ഈ ജിം ഹോപ്പർ എന്ന ആളെ എനിക്ക് അറിയാമെന്നും ഇയാൾക്ക് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഈ ഓപ്പറേഷനിൽ നടക്കുന്ന കൂടുതൽ കാര്യങ്ങളൊന്നും കേണൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന് സുഹൃത്തായ ആർമിക്കാരൻ പറയുകയാണ്. തുടർന്ന് മേക്ക് എന്ന ആർമിക്കാരൻ ഇവനോട് വന്നിട്ട് നിന്റെ കേണൽ സാറ് ഏവനായാലും ശരി, എന്തെങ്കിലും അപകടത്തിലാണ് നമ്മളെ കൊണ്ട് ചാടിച്ചതെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് മേക്ക് പോകുന്നു. എന്നാൽ അവർ പോകുമ്പോൾ അവരെ എന്തോ ഒന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ചെടികളും മരങ്ങളും എല്ലാം ബ്ലൂ ഷാഡോയിലായിട്ട് മനുഷ്യരെ മാത്രം റെഡ് കളറിലാണ് അതവരെ നോക്കുന്നത്. അവസാനം തീവ്രവാദികൾ താമസിക്കുന്ന സ്ഥലം അവർ കണ്ടെത്തുകയാണ്. അവരാണെങ്കിൽ പാവങ്ങളെ ആക്രമിക്കുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അവരെ തകർക്കാൻ വേണ്ടി അർണോൾഡിന്റെ പ്ലാൻ പ്രകാരം എല്ലാവരും ചുറ്റിനും വളയുന്നു. തന്ത്രപൂർവ്വം അവിടത്തെ കാവൽക്കാരെ ഇവർ പിടികൂടുകയാണ്. തുടർന്ന് അർണോൾഡ് വന്ന് ശബ്ദമുണ്ടാക്കാതെ അവിടെ വെച്ചിരുന്ന ഒരു മെഷീൻ ട്രക്കിനെ ഒറ്റയ്ക്ക് പൊക്കിയെടുത്ത് താഴോട്ട് തള്ളിയിടുന്നു. അതുരുണ്ട് മുമ്പിലായി കുറെ സംഘങ്ങൾ ഇരിക്കുന്ന ഷെഡിൽ വന്നിടിച്ച് പൊട്ടിത്തെറിക്കുകയാണ്. ശേഷം ബോംബെറിഞ്ഞ് അവിടെ നാശമാക്കുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഷൂട്ട്, വേറെ ലെവല് മാസ് സീനുകൾ. മെഷീൻ കണ്ണുകൊണ്ട് തീവ്രവാദികളെ ചന്നം ഭിന്നമാക്കുകയാണ്. രക്ഷപ്പെടാൻ പോയ 2 പേരെയും ഹെലികോപ്റ്ററിനെയും പൊട്ടിത്തെറിപ്പിക്കുന്നു. അർണോൾഡ് അവിടെ വെച്ച് ഒരു ലേഡിയെ കാണുകയാണ്. ഇത് തീവ്രവാദികളുടെ കൂട്ടത്തിലുള്ള പെണ്ണാണോ അതോ ഏതെങ്കിലും പാവപ്പെട്ടവളായിരിക്കുമോ എന്ന് മനസ്സിലാവാതെ നിൽക്കുന്നു. ശേഷം അർണോൾഡ് തന്റെ കൂട്ടുകാരനുമായി വഴക്ക് കൂടുകയാണ്. നിന്റെ കേണൽ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നതെന്നും ഇവിടുത്തെ രേഖകൾ അനുസരിച്ച് മറ്റേതോ ട്രാപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതലും ഒന്നും അറിയില്ല, കേണൽ പറഞ്ഞിട്ടാണ് ഞാനും നിങ്ങളുടെ ഒപ്പം വന്നതെന്ന് ദേഷ്യത്തിൽ അവനോട് തിരിച്ചു സംസാരിക്കുന്നു. ശേഷം ആ പെണ്ണിന്റെ കൈകൾ കെട്ടിയിട്ട് അവരുടെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അങ്ങനെ അവിടെ നിന്നും പോകാനുള്ള വഴി മാപ്പിൽ നോക്കിയിട്ട് അവരെല്ലാം തിരിച്ചു പോകുമ്പോൾ മറ്റേ അത് അവരെ വീണ്ടും അവിടെ വെച്ച് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് അവരുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാൻ അവൾ ശ്രമിച്ചെങ്കിലും അവർ അവളെ പിടികൂടുകയാണ്. അങ്ങനെ നടന്ന് ഒരു വലിയ കുറ്റിക്കാടിന്റെ മുമ്പിലെത്തുമ്പോൾ അവിടുത്തെ അന്തരീക്ഷവും കാര്യങ്ങളും കണ്ട് സത്യത്തിൽ അവർ പേടിച്ച് നിൽക്കുകയാണ്. ബില്ലി മരങ്ങൾക്കിടയിലൂടെ സൂക്ഷിച്ച് പേടിച്ച് നോക്കി നിൽക്കുന്നത് കണ്ട് അർണോൾഡ് വന്ന് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉറപ്പായും എന്തോ ഉണ്ടെന്ന് ബില്ലി പറയുകയാണ്.
അന്നേരം അത് മുമ്പിൽ നിന്ന ബില്ലിയെയും അർണോൾഡിനെയും നോക്കുന്നുണ്ടായിരുന്നു. ഈ സമയം ഇവിടെ ഈ പെണ്ണ് കമ്പെടുത്ത് ഒരു ആർമിക്കാരന്റെ തലയിലടിച്ചിട്ട് ഓടി രക്ഷപ്പെടുന്നു. അവളെ പിടിക്കാനായി കണ്ണാടി വെച്ച ഒരു ആർമിക്കാരനും ഫോളോ ചെയ്ത് ഓടുന്നു. ഇവിടെ ഈ നടക്കുന്നതെല്ലാം അതിപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. തുടർന്ന് അവൻ അവളെ ഓടിച്ചിട്ട് പിടിക്കുകയാണ്. ആ സമയം പിന്നിൽ നിന്നും സൗണ്ടോടുകൂടി എന്തോ ഒന്ന് വരുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. അതിന്റെ ശരീരം ഇൻവിസിബിൾ പോലെയാണ്. പെട്ടെന്ന് അവനെ മിന്നല് പോലെ പിടിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നു. അവന്റെ ബ്ലഡ് മുഴുവൻ അവളുടെ ദേഹത്താവുകയാണ്. അവർ വന്ന് നോക്കുമ്പോൾ അവൾ ബ്ലഡിൽ കുളിച്ച് പേടിച്ച് വിറച്ചിരിക്കുന്നു. മുമ്പിൽ പോയി നോക്കുമ്പോൾ അവന്റെ കുടൽമാലകൾ പുറത്ത് കിടക്കുകയാണ്. പക്ഷേ ബോഡി അവിടെ ഉണ്ടായിരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവളാകെ പേടിച്ച് വിറച്ച് പിച്ചും പേയും അവളുടെ ഭാഷയിൽ പറയുന്നു. തുടർന്ന് സ്വന്തം കൂട്ടുകാരന്റെ ബോഡി എവിടെയെന്ന് തപ്പി എല്ലാവരും പല വഴിക്ക് അന്വേഷിച്ച് നീങ്ങുന്നു. എന്നാൽ മുകളിലത്തെ ഇലകളിൽ ബ്ലഡ് ഇറ്റി വീഴുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് അവന്റെ ബോഡി. ആ ജീവി അവനെ കൊന്നു കെട്ടിത്തൂക്കി ഏറ്റവും മുകളിൽ ഇട്ടിരിക്കുന്നു. പക്ഷേ ഇത് അർണോൾഡും കൂട്ടരും കാണാനിടയായില്ല. ഇവിടെ മാക്കിന്റെ അടുത്ത കൂട്ടുകാരൻ ബോഡി തപ്പി മുമ്പിലോട്ട് വന്ന് നോക്കുമ്പോൾ ആ ജീവി അവനെ ആക്രമിക്കുകയും അത് ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് വന്ന് അവന്റെ നെഞ്ചിൽ തറച്ചു കയറുകയും ചെയ്യുന്നു. സൗണ്ട് കേട്ട് വന്ന് നോക്കുമ്പോൾ സ്വന്തം കൂട്ടുകാരൻ മുമ്പിൽ മരിച്ചു കിടക്കുന്നു. മുമ്പിലായി ആ ജീവി നിൽക്കുന്നതും അതിന്റെ കണ്ണുകൾ തിളങ്ങുന്നതും മാക്ക് കാണുകയാണ്. ഇത് കണ്ട് സമനില തെറ്റിയവൻ തോക്കെടുത്ത് നിർത്താതെ അതിനെ വെടിവെക്കുന്നു. 1-2 ബുള്ളറ്റുകൾ ജീവിയുടെ കാലിൽ കൊണ്ട് ഇലയിൽ ബ്ലഡ് ആവുകയാണ്. എന്നാൽ ബ്ലഡിന്റെ കളർ ചുവപ്പല്ല, പകരം പച്ചയായിരുന്നു. വെടിയൊച്ച കേട്ട് ബാക്കിയുള്ളവരെല്ലാം വന്ന് ഒപ്പം തോക്കെടുത്ത് വെടിയോട് വെടി 5 മിനിറ്റോളം നിർത്താതെ വെടിവെക്കുന്നു. അവിടെ മുഴുവൻ നാശക്കോട്ട ആവുകയാണ്. അവസാനം നിർത്തിയത് തോക്കുകളിലെ ബുള്ളറ്റ് തീർന്നപ്പോൾ. ഒരു നിമിഷം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അവർ അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. ബുള്ളറ്റ് വേസ്റ്റായത് മാത്രമല്ല, ആ ജീവിയെ പിടികൂടാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിന്റെ പൊടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. മരിച്ച ആർമിക്കാരന്റെ നെഞ്ചത്ത് ഒരു വലിയ തുരങ്കം പോലത്തെ സ്ഥലം ബുള്ളറ്റ് കൊണ്ടായി കിടക്കുന്നു. അത് നോക്കി ആകെ ഞെട്ടലോടെ അർണോൾഡും കൂട്ടരും. സ്വന്തം കൂട്ടുകാരൻ നഷ്ടമായതിനാൽ മാക്കിന്റെ സമനില ഒക്കെ ആകെ തെറ്റിയിരിക്കുന്നു. അവസാനം ഒരു നോക്ക് നോക്കി ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് സങ്കടത്തോടെ മാക്ക് പോകുന്നു. ഇവിടെ മറ്റൊരു സ്ഥലത്ത് ആ ജീവി ഇൻവിസിബിളിൽ നിന്നും പ്രത്യക്ഷമാവുകയാണ്. വെടികൊണ്ട ഭാഗത്ത് എന്തോ മരുന്നൊക്കെ വെച്ച് കുത്തുന്നു. തുടർന്ന് വേദന കൊണ്ട് വിളിക്കുമ്പോൾ ആ സൗണ്ട് അവർ ദൂരെ നിന്നും കേൾക്കുകയാണ്. ആ ജീവിയുടെ രൂപത്തെയും കണ്ണുകൾ തിളങ്ങുന്നതുമായ കാര്യങ്ങൾ മാക്ക് അവരോട് പറയുന്നു. അങ്ങനെ ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് പകലാവുകയാണ്. അവളും അവൾ കണ്ട കാര്യമെല്ലാം അവരോട് പറയുന്നു. മാക്ക് കണ്ടതുപോലത്തെ രൂപത്തെയാണ് ഞാനും കണ്ടതെന്ന് പറഞ്ഞത് കേട്ട് ഇതൊരു നോൺ ഹ്യൂമൻ ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. തുടർന്ന് ഇനി ഒരാൾ ഇരയാവരുതെന്ന് പറഞ്ഞ് ആ ജീവിയെ പിടിക്കാൻ വേണ്ടി കെണിയൊരുക്കാൻ അവർ തീരുമാനിക്കുന്നു. അതിനായി അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് പല പല വഴികളിലുമായി ചുറ്റിനും കെണികൾ ഒരുക്കുന്നു. എന്നിട്ട് ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ അതിനെയും കാത്തവർ അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. സമയം ഒരുപാട് കഴിയുന്നു. ഇതുവരെയും ആ ജീവി വരാത്തതിനാൽ അർണോൾഡ് പുറത്തേക്കിറങ്ങി പതുക്കെ പതുക്കെ മുമ്പിലോട്ട് പോകുന്നു. എന്നിട്ട് ഷെഡാ ഇവിടെ ഒന്നുമില്ലല്ലോ എന്ന് കരുതി തിരിയുമ്പോൾ തൊട്ടു പിന്നിൽ നിന്നും ആ ജീവി അവരുടെ വലക്കെണിയിൽ കുടുങ്ങി മുകളിലോട്ട് പോകുന്നു. ശേഷം വലയെ പൊട്ടിച്ച് മരത്തിന്റെ ചില്ലയിൽ ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ ആ കഷ്ണം വന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ആർമിയുടെ ദേഹത്ത് ഇടിച്ചവൻ മറിഞ്ഞു വീഴുകയാണ്. എല്ലാവരും അതിന്റെ പൂർണ്ണ രൂപം കാണുന്നു. തുടക്കത്തിൽ നമ്മൾ കണ്ട മറ്റേതോ ഗ്രഹത്തിൽ നിന്നും വന്ന ഒരു ഏലിയൻ ആയിരുന്നു അത്. അതിനെ കൊല്ലാൻ തീരുമാനിച്ച് മാക്ക് പിന്നാലെ പോകുന്നു. അവന്റെ പിന്നാലെ അർണോൾഡും പോകാനൊരുങ്ങുമ്പോൾ അവന്റെ കൂട്ടുകാരൻ വന്ന് ഞാൻ അവനെയും പോയി വിളിച്ചു കൊണ്ടുവരാം, നിങ്ങൾ ഇവിടുന്ന് പെട്ടെന്നോടി രക്ഷപ്പെടുന്ന് പറഞ്ഞ് അവൻ പോകുന്നു. എന്നാൽ എക്സ്ട്രാ ഒരു തോക്കെടുത്ത് അർണോൾഡ് അവനിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അർണോൾഡും ലേഡിയും ബില്ലിയും വയ്യാത്ത ആർമിക്കാരനെ കൂട്ടി അവിടുന്ന് രക്ഷപ്പെടുന്നു. മാക്കും അവനും ആ ജീവിയെ കാണുകയാണ്. ഇപ്പോൾ അത് ഇൻവിസിബിളായി നിൽക്കുകയാണ്. തുടർന്ന് കൊല്ലാൻ വേണ്ടി രണ്ടുപേരും 2 വഴിക്ക് പോകുന്നു. മാക്കിഴഞ്ഞു പോകുമ്പോൾ ലേസർ ലൈറ്റ് പോലത്തെ 3 ഡോട്ട് ലൈറ്റ് അവന്റെ കയ്യിൽ കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ ജീവി അവന്റെ തലയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഈ സൗണ്ട് അടുത്തു നിന്നും ഇവൻ കേൾക്കുകയാണ്. തുടർന്ന് അവിടെ പോയി നോക്കുമ്പോൾ മാക്ക് മരിച്ചു കിടക്കുന്നത് കാണുന്നു. മുമ്പിലായി ആ ജീവിയും നിൽപ്പുണ്ട്. അവൻ ഷൂട്ട് ചെയ്യാൻ തോക്കെടുക്കുമ്പോഴേക്കും ലേസർ ലൈറ്റ് അവന്റെ കയ്യിലടിച്ച് ഷൂട്ട് ചെയ്യുകയും കൈ അറ്റുപോവുകയും ചെയ്യുന്നു. ശേഷം കയ്യിൽ കൂടെ കത്തി വരുത്തി അവന്റെ പള്ളയിൽ കുത്തി കയറ്റുന്നു. ഇവന്റെ നിലവിളി ദൂരെ നിന്നും അവർ കേൾക്കുകയാണ്. എന്തായാലും മരണമുറപ്പാണെന്ന് മനസ്സിലായ ബില്ലി തോക്കെടുത്ത് കളഞ്ഞിട്ട് ഷർട്ട് ഊരി കത്തിയെടുത്ത് സ്വന്തമായിട്ട് ശരീരം കീറി അതിനെ നേരിടാൻ നിൽക്കുന്നു. അർണോൾഡ് വിളിച്ചിരുന്നെങ്കിലും അവൻ വരാൻ തയ്യാറായില്ല. വേറെ വഴിയില്ലാതെ അവർ മുമ്പോട്ട് തന്നെ പോവുകയാണ്. ആ ജീവി ബില്ലിയെ അതിന്റെ കണ്ണുകൾ വെച്ച് കാണുന്നു.
ശേഷം അവന്റെ നിലവിളി കേൾക്കുകയും ബില്ലി മരിച്ചെന്നും അത് നമ്മുടെ തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടെന്നും അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ മൂവരും പേടിച്ചു നിൽക്കുന്ന സമയത്ത് തൊട്ടു മുകളിൽ നിന്നും വയ്യാത്ത ആർമിക്കാരനെ ജീവി വെടിവെച്ച് കൊല്ലുന്നു. തുടർന്ന് അർണോൾഡിനെയും കയ്യിൽ വെടിവെക്കുന്നു. അവൾ ഈ സമയം കൊണ്ട് മുകളിലോട്ടോടി രക്ഷപ്പെടുകയാണ്. ശേഷം അവൻ കഴിവതും കഷ്ടപ്പെട്ടോടി താഴെ വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്ത് ചാടുന്നു. എന്നിട്ട് താഴ്ഭാഗത്തെ കരയിൽ വന്ന് ചെളിയൊക്കെ ദേഹത്ത് പറ്റി മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു. അപ്പോഴേക്കും ജീവി അവിടെ വന്ന് അവനെ തപ്പുകയാണ്. പക്ഷെ ദേഹത്ത് ചെളി പുരണ്ടത് കൊണ്ട് അതിനവനെ കണ്ടുപിടിക്കാനായില്ല. മുഴുവനും ബ്ലൂ ഷെയ്ഡിലായി കാണുന്നു. തുടർന്ന് ജീവി അവിടുന്ന് പോവുകയും തൽക്കാലം അവൻ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അതിനെ കൊല്ലാനായി ഒരുപാട് കെണി അവൻ ഒരുക്കുകയാണ്. വലിയ തടിയൊക്കെ കെട്ടി തൂക്കുന്നു. അങ്ങനെ രാത്രിയാകുമ്പോൾ ദേഹത്ത് ഒരുപാട് ചെളികൾ വാരി തേച്ചിട്ട് അമ്പും വില്ലും ഉണ്ടാക്കി കയ്യിലിരുന്ന അവസാനത്തെ ബുള്ളറ്റിലെ മരുന്നെടുത്ത് അമ്പിൽ പുരട്ടുന്നു. ശേഷം ജീവിയെ ഇങ്ങോട്ട് വരുത്താനായി തീ കത്തിച്ച് താഴെ എറിഞ്ഞിട്ട് അവനൊരു മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. എന്നാൽ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. ജീവി അവന്റെ തൊട്ടു പിന്നാലെ വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് കാട്ടുവള്ളിയിൽ കൂടെ തൂങ്ങി അപ്പുറത്തെ മരത്തിൽ ചെന്നിരിക്കുകയും ജീവിയെ ലക്ഷ്യം വെച്ച് അമ്പെയ്യുകയും ചെയ്യുന്നു. അത് വന്ന് കറക്റ്റ് കൊള്ളുകയും ജീവി കിടന്ന് നിലവിളിക്കുകയും ചെയ്യുന്നു. വേദന കൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ മാറി മാറി അത് വെടിവെക്കുകയാണ്. തുടർന്ന് അർണോൾഡ് വീണ്ടും ഒരു അമ്പെടുത്തെറിയുന്നു. അതും വന്ന് കറക്റ്റ് കൊള്ളുകയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അത് എഴുന്നേറ്റ് അവിടെ മുഴുവനും വെടിവെച്ച് തകർക്കുന്നു. കഷ്ടിച്ച് അതിന്റെ ആക്രമണത്തിൽ നിന്നും അവൻ വെള്ളത്തിൽ വന്ന് വീഴുകയാണ്. വെള്ളത്തിൽ വീണതോടെ അവന്റെ ദേഹത്തുണ്ടായിരുന്ന ചെളിയൊക്കെ നനഞ്ഞുപോയി. പിന്നെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. ജീവി അവനെ കയ്യോടെ പിടിക്കുന്നു. എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അവന്റെ പിടിവിട്ട് കുറച്ച് മാറി നിന്ന് സ്വന്തം മുഖംമൂടി അടിക്കുകയാണ്. മുഖംമൂടി അടിച്ചതും അതിന്റെ മുഖം ഒരു വിചിത്ര രൂപം, കൊമ്പൊക്കെ വെച്ച് ആകെ പേടിപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ശേഷം അവനെ ആക്രമിക്കാൻ മുമ്പിലോട്ട് വരുന്നു. അയ്യോ ഊംഫി എന്ന് പറഞ്ഞ് അർണോൾഡ് അങ്ങനെ നിൽക്കുന്നു. തുടർന്ന് തടിമാറി ഒരൊറ്റ അടി വലിച്ച്. അതിനൊന്നും തന്നെ സംഭവിച്ചില്ല. ജീവി അവനെ ഒരുപാട് ഇടിക്കുന്നു. ഇടിച്ച് റെഡിയാക്കുകയാണ്. അവസാനം ഇടികൊണ്ട് അവശനായി ഇഴഞ്ഞിഴഞ്ഞ് അവൻ ഒരുക്കിയ കെണിയുടെ സ്ഥലത്തേക്ക് പോകുന്നു. അവനെ കൊല്ലാൻ വേണ്ടി കൈകളിൽ കൂടെ കൂർത്ത പിച്ചാത്തി വരുത്തി പിന്നാലെയും. അകത്ത് ചെന്നിരുന്നിട്ട് വാടാ, എന്നെ കൊല്ലാൻ വാടാന്ന് അവൻ വിളിക്കുകയാണ്. അപ്പോഴേക്കും ജീവി തിരിച്ചുപോയി കറങ്ങി അപ്പുറത്തെ സൈഡിൽ കൂടെ വരികയാണ്. വന്നു നിന്നത് അവൻ ഒരുക്കിയ വലിയ തടിക്കെണിയുടെ താഴെ. ഈ തക്കത്തിന് അവൻ കെണിയുടെ കമ്പ് അവിടെ നിന്നും തട്ടിമാറ്റുന്നു. 100 കിലോളം വെയിറ്റ് വരുന്ന തടി ജീവിയുടെ തലയിൽ വന്ന് വീണ് ചമ്മന്തിയായി താഴേക്ക് പോകുന്നു. കുറച്ച് സമയം സമാധാനത്തോടെ അർണോൾഡ് ശ്വാസം എടുക്കുകയാണ്. ശേഷം അവിടെ പോയി കല്ലെടുത്ത് അതിന്റെ തലയിലിടാൻ പോകുമ്പോൾ ജീവി മരണത്തോട് മല്ലടിച്ചു കിടക്കുന്നു. ഈ ഒരു അവസ്ഥ കണ്ട് അവൻ കല്ല് തിരിച്ച് താഴെ ഇടുകയാണ്. ശേഷം ജീവി അതിന്റെ കയ്യിൽ ഘടിപ്പിച്ചിരുന്ന മെഷീനിൽ എന്തോ ഒന്ന് ഓൺ ചെയ്ത് ടൈമർ വയ്ക്കുന്നു. എന്നിട്ട് അലറിക്കിടന്ന് ചിരിക്കുന്നു. ഇത് കണ്ട് കാര്യം മനസ്സിലായി അവൻ അവിടുന്ന് കഴിവതും വേഗത്തിൽ ജീവനും കൊണ്ട് ഓടുന്നു. കുറച്ച് സമയത്തിന് ശേഷം അവിടെ മുഴുവൻ പൊട്ടിത്തെറിക്കുകയാണ്. തലനാടിക്ക് അർണോൾഡ് ചാടി രക്ഷപ്പെടുന്നു. പിന്നീട് കാണിക്കുന്നത് ഹെലികോപ്റ്ററിൽ തന്റെ ആർമികളെ തിരിച്ചു വിളിക്കാനായി വരുന്ന കേണലിനെയാണ്. അവിടെ മുഴുവൻ നാശമായി കിടക്കുന്നത് അദ്ദേഹം കണ്ട് ഞെട്ടി നിൽക്കുന്നു. താഴെ നമ്മുടെ അർണോൾഡ് മാത്രം അതിജീവിച്ച് അവശനായി നിൽക്കുന്നു. ഹെലികോപ്റ്ററിൽ ഇവിടെ ഉണ്ടായിരുന്ന പെണ്ണും രക്ഷപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് അവനെയും രക്ഷിച്ച് ഹെലികോപ്റ്ററിൽ അവർ അങ്ങനെ പോകുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.